أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله عما بعد. MS വോയിസിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പഠന ക്ലാസ്സിൻ്റെ 70ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ ഓതാൻ ഖത്മ തീർക്കാനൊക്കെ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആന്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പുണ്യമായി ദുൽഹിജ്ജ മാസത്തിന്റെ മഹത്വം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, ആ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 10 വരെയുള്ള ദിവസം അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം ഇഷ്ടമുള്ള ദിവസമാണ്. ഇബാദത്തുകളിൽ വെച്ച് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ ഇബാദത്തിനാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദിവസങ്ങളിലെ ഇബാദത്തുകൾക്കൊന്നും ഇഷ്ടമില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ദിവസങ്ങൾക്ക് പ്രത്യേക മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ദിവസങ്ങളാണ്. അതിനെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെറിയ സുന്നത്തുകൾ കൊണ്ടുവരെ അതിനെ നാം ഹയാത്താക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾക്ക് നൽകുന്നതിനേക്കാളും ധാരാളം പ്രതിഫലം നൽകാൻ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കൊണ്ടും ഇബാദത്തിന്റെ വിഷയത്തിനൊക്കെ ഇഷ്ടമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരിശുദ്ധമായ റമദാൻ ശരീഫിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാത്രി, ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വമുള്ള രാത്രി. അത് എല്ലാ റമദാനിലും നമ്മിലേക്ക് കടന്നു വരുന്ന രാത്രിയാണ്. അതാണ് ലൈലത്തുൽ ഖദ്ർ. അതുപോലെ തന്നെ പരിശുദ്ധമായ ഓരോ വർഷവും പരിശുദ്ധമായ ഒരു പകലുണ്ട്. ലൈലത്തുൽ ഖദ്റിനെ പോലെ മഹത്തമായ ശ്രേഷ്ഠതയുള്ള, ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, ഒരുപാട് ആളുകളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന, ഒരുപാട് ആളുകളുടെ ദുആ സ്വീകരിക്കുന്ന, അള്ളാഹു വളരെയധികം സന്തോഷത്തോടെ അവൻ്റെ അടിമകളിലേക്ക് നോക്കുന്ന, അള്ളാഹുവിലേക്ക് ആരെങ്കിലും ദുആ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് കൈ ഉയർത്തുന്നുണ്ടോ അവനെ സഹായിക്കാൻ വേണ്ടി, അവൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി നോക്കുന്ന ഒരു ദിവസമുണ്ട്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അഥവാ പകല്, അതാണ് ദുൽഹിജ്ജ 9 പകൽ. ദുൽഹിജ്ജ 9 പകൽ അറഫ ദിവസം എന്ന് നമ്മൾ പറയും. അപ്പൊ അറഫ ദിവസം എന്ന് പറയുമ്പോൾ
പെരുന്നാൾ നമുക്ക് പിന്നെ 17-ാം തീയതി വ്യാഴാഴ്ചയാണ്, ഗൾഫിൽ 16-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പൊ ഗൾഫിലെ അറഫ ശനിയാഴ്ച ആയിരിക്കും. നമ്മുടെ അറഫ എന്നാണ്? ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് നമുക്ക് 16-ആണ്. അപ്പൊ ഗൾഫിൽ അറഫ നടക്കുന്ന അന്നല്ലേ നമുക്ക് അറഫ നോമ്പ് എന്നൊക്കെ പലരും ചോദിക്കും. അല്ല, നമുക്ക് എന്നാണോ പെരുന്നാള് അതിന്റെ തലേ ദിവസമാണ് നമുക്ക് ദുൽഹിജ്ജ 9-ന്റെ നോമ്പ്. അറഫ എന്ന് പറയുന്ന സംഗമം ഹജ്ജിന് പോയവർക്കാണ്. നമ്മൾ ഹജ്ജിന് പോയിട്ടില്ല, നമ്മൾ നമ്മുടെ നാട്ടിലാണുള്ളത്. നമ്മളെ നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏത് നാട്ടിലാണോ മോമിനിയങ്ങൾ ജീവിക്കുന്നത് അവരുടെ നാടുകളിൽ എന്നാണോ പെരുന്നാള്, ആ പെരുന്നാളിന്റെ തലേ ദിവസമാണ് നമുക്ക് ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് നോൽക്കേണ്ടത്. ആ ദിവസത്തിലാണ് നമുക്ക് മഹത്വം ലഭിക്കുന്നത്. ഹാജിമാർ ഹജ്ജിന് വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആ ദിവസം അള്ളാഹു അവർക്ക് ദുൽഹിജ്ജ 9 അന്നാണ് അവർക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കും. നമ്മളെന്നാണോ അറഫന്റെ നോമ്പ് നോൽക്കുന്നത് അഥവാ ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് നോൽക്കുന്നത്, അള്ളാഹുലേക്ക് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നത്, അതിന്റെ ഒക്കെ മഹത്വം അന്നത്തെ ദിവസമാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ ചിലവരൊക്കെ സംശയമായിട്ട് ചോദിക്കാറുണ്ട്, അറഫന്റെ നോമ്പ് എന്നാണ്, ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് എന്നാണ്, ശനിയാഴ്ച ആണോ? അല്ല, നമുക്ക് ഞായറാഴ്ച തന്നെയാണ്. ഓക്കെ. പിന്നെ ഹജ്ജിന് പോകുന്നവർക്ക് നോമ്പ് ഇല്ലല്ലോ, അവർക്ക് നോമ്പ് പ്രത്യേകം സുന്നത്തില്ലല്ലോ. പിന്നെ ഹജ്ജിന് പോകുന്ന അമലുകൾക്ക്, ഹജ്ജിന്റെ അമലുകൾക്കൊക്കെ അതൊക്കെ ഒരു പ്രയാസമായേക്കാം. തിക്കിലും തിരക്കിലൊക്കെ പെട്ട് വേണ്ട രീതിയിൽ അമൽ ചെയ്യാൻ പറ്റാത്തവരും നിർബന്ധമായ ഒരു അമലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് വല്ലാണ്ട് എന്തില്ല, മറ്റുള്ളവർ ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് ശക്തമായി സുന്നത്തുള്ളതുപോലെ ഹജ്ജിന് പോകുന്നവർക്ക് അറഫന്റെ നോമ്പ് സുന്നത്തില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അറഫന്റെ നോമ്പ് നോൽക്കുക, അതിന് മുമ്പത്തെ ദുൽഹിജ്ജ 8-ന്റെ നോമ്പ് നോൽക്കുക. അപ്പൊ ദുൽഹിജ്ജ 8-ന്റെ നോമ്പ് കൂടി നമ്മൾ നോക്കുമ്പോൾ തന്നെ അറഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ ദിവസവും നമ്മൾ പിന്നെ എന്ത് ചെയ്തു, ബഹുമാനിക്കുന്ന രൂപത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ദുൽഹിജ്ജ 1 മുതൽ, എൻ്റെ അറിവിലുണ്ട്, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കുന്ന ആളുകൾ ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലത്തിലുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് നോൽക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമദാനിൽ നിന്ന് ഖളായി പോയ നോമ്പിനെയും ദുൽഹിജ്ജയുടെ സുന്നത്ത് നോമ്പിനെയും ഞാൻ നോറ്റുവിട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പ് നോറ്റാൽ ഇൻഷാ അല്ലാഹ് റമദാനിന്റെ നോമ്പ് ഖളാ വിടുകയും അതിൽ ഇനി വേറെ ഏതെങ്കിലും നേർച്ച നോമ്പാണെങ്കിൽ ആ നേർച്ചന്റെ നെയ്യത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ദുൽഹിജ്ജയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതിന്റെയും ആ ദിവസത്തിന്റെ പകലിൽ നോമ്പ് നോറ്റതിന്റെയും പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പൊ ദുൽഹിജ്ജ പകലിന് മാത്രമല്ല, വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ആ രാത്രിയുടെ പകലാണ് ദുൽഹിജ്ജയുടെ നോമ്പ് നോൽക്കുന്ന പകൽ. രാത്രിക്കും പ്രത്യേകതയുണ്ട്, മഹത്വമുണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി നമസ്കാരങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഖളാ ഉള്ളതൊക്കെ ഖളാ കൂട്ടുക, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവും ഒക്കെ സുന്നത്ത് നമസ്കരിക്കുക, ദിക്ർ, സ്വലാത്ത്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ പ്രത്യേക മഹത്വമുള്ള ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റാണ്. അഫ്ളലുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ സംസാരങ്ങൾ വെച്ച് ഏറ്റവും ഉത്തമമായ സംസാരം അത് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യലാണ്, ഖുർആൻ മുതലാണ്. അഫ്ദലുൽ കലാമി ബഅദൽ ഖുർആനി, ഖുർആനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സംസാരം ഏതാണ്? അത് 4 ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ ദിക്റാണ്. ഈ ദിക്ർ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ യാത്രയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തത് സ്വർഗത്തിലേക്കുള്ള വിത്ത് പാകാൻ പറ്റിയ ഒരു ദിക്ർ, സ്വർഗത്തിലേക്ക് വേണ്ടി കൃഷിയെടുക്കൂ, പണിയെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തനബി തങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത ദിക്റാണ് ഈ ദിക്ർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിത സ്മരണകളാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം. ഹജ്ജിലെല്ലാതും ഈ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിന്നെ സ്മരണകളാണ്, ഓർമ്മകളാണ്. ആ ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പരിശുദ്ധമായ ദിക്റിനും ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ ചില പ്രത്യേകം സുന്നത്തുണ്ട്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആയതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിത സ്മരണകൾ ഉണർത്തിക്കൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ ബലിപെരുന്നാളും ഹജ്ജ് കർമ്മവും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ഹൃദയം നന്നാക്കാൻ, പ്രവൃത്തി നന്നാക്കാൻ, ഈമാൻ നന്നാക്കാനൊക്കെ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാണ്. ദുൽഹിജ്ജ മാസത്തിലുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു തുടക്കം പറയൽ ആവശ്യമാണല്ലോ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എല്ലാവർക്കും കഴിയൂല.
അത് പ്രത്യേകം അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിച്ചവർക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ റാഹത്തിനും സന്തോഷത്തിലൊക്കെ ആക്കി തരും. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, ആമീൻ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് സൂറത്തുൽ ബയ്യിനയാണ് നമ്മൾ പഠിക്കുന്നത്. പരിശുദ്ധമായ ഖുർആൻ എഴുതി പഠിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരെങ്കിലും വന്നതെങ്കിൽ നിങ്ങൾക്ക് അറബി അക്ഷരങ്ങൾ വായിക്കാൻ അറിയണം. വായിക്കാൻ അറിയില്ലെങ്കിൽ അറബി അക്ഷരങ്ങൾ വായിപ്പിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സുകളൊക്കെ കണ്ട് അറബി വായിക്കാൻ പഠിച്ചതിന് ശേഷം കൂട്ടത്തിൽ എഴുതാനും പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഖുർആൻ്റെ പഠന ക്ലാസ്സിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഖുർആൻ ഓതി പഠിക്കാൻ കഴിയും. ഇത് 70ാമത്തെ ക്ലാസ്സാണ്. 1ാമത്തെ ക്ലാസ് മുതൽ നിങ്ങൾ കാണണം. 70 ക്ലാസ് ഒന്നും കാണണ്ട. ആദ്യം മുതൽ ഒരു 10-15 ക്ലാസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയും. ഞാൻ പിന്നെ അത് അമ്മയത്തെ ജുസു ഉണ്ടല്ലോ, അവസാനത്തെ 30ാമത്തെ ജുസു മുഴുവനും ബോർഡിൽ എഴുതി പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ നബ മുതൽ തുടങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ സൂറത്തുൽ ബയ്യിനയാണ്. ഇനി ഏകദേശം ഒരു 10-25 സൂറത്തും കൂടിയാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം നോക്കുക, സൂറത്തുൽ ബയ്യിന എങ്ങനെ തുടങ്ങുക? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. إذا موانا നോക്കിക്കോളി, വായിച്ചോളിട്ടാ. വായിച്ചോളിട്ടാ മക്കളെ. ലം യകൂനില്ലദീന, ലം യകൂനില്ലദീന ഇതിവിടെ കാണില്ല അല്ലെ, ലദീന എന്നാ ഒന്നും കൂടി നമുക്ക് എടുത്ത് എഴുതാം. ലം യകൂനില്ലദീന, ലം യകൂനില്ലദീന കഫറു. കാഫ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഫാഇട റാഇട അങ്ങനെ കേട്ടാ. കഫറു റായിന് ലൊമ്മാണ്, ലൊമ്മിട്ടിട്ട് ലൊമ്മിനെ നീട്ടാൻ വാവ് വന്നാൽ അതിന്റെ ഇപ്പുറത്ത് ഒരു അലിഫ് ഇടല് ആവശ്യമാണ്. അപ്പൊ എന്താ വായിക്കുക? ലം യകൂനില്ലദീന കഫറു. ഓക്കെ, വായിച്ചോളി, വായിക്കേ. ഇനി അടുത്തത് നോക്കട്ടാ, അടുത്ത കളറിൽ എഴുതാം. ആയത്ത് കഴിഞ്ഞിട്ടില്ല. എന്താ വായിക്കുക? വായിക്കണം. വായിച്ചോളി. എന്താ വായിക്കുക? മിൻ അഹ്ലിൽ കിതാബി, മിൻ അഹ്ലിൽ കിതാബി. അടുത്തത് വൽ മുശ്രികീന, വൽ മുശ്രികീന. അടുത്തത് വൽ മുശ്രികീന, മീം നൂൻ. മുൻ ഫ കീന അഹ്ലിൽ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന. അടുത്ത ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ഹത്താ ഒരു കുഞ്ഞാലിക്കൂട. തഅതിയ
തഅതിയഹുമു ഹത്താ തഅതിയ അല്ല തഅതിയഹുമു ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ബയ്യിനത്തു എന്നാണ് കേട്ടാ. ഇവിടെ ആയത്തെ അവസാനിക്കാണ്. അപ്പൊ ബയ്യിന എന്ന് പറഞ്ഞ് നിർത്തും. ഇതാണ് സൂറത്തിന്റെ പേര്, സൂറത്തുൽ ബയ്യിന. എന്താ സൂറത്തിന്റെ പേര്? സൂറത്തുൽ ബയ്യിന. അപ്പൊ എന്താ നമ്മളൊന്ന് ഓതി നോക്കുക. നോക്കുക. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി. അവിടെ നമുക്ക് ശ്വാസം കിട്ടൂല. അപ്പൊ നമ്മൾ എങ്ങനെ ഓതാ? ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. നിർത്താം. പിന്നെ മടക്കി ഓതാ. മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീൻ. ഇവിടെ നിർത്താം. മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ശ്വാസം കിട്ടുന്നവരുണ്ട് അങ്ങനെ ഓതാ. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ശ്വാസം പിടിച്ച് ഓതി മയ്യത്താവാൻ നിൽക്കരുത്. ശ്വാസം കിട്ടണില്ലെങ്കിൽ എന്ത് ചെയ്യാ? വിട്ട് ഓതുക കേട്ടാ. അപ്പൊ ആയത്ത് അവസാനിച്ചു. ഇനി അടുത്ത ആയത്ത് നോക്കിക്കോളി, വായിക്കി. എന്താ? റസൂലുൻ റസൂലുൻ മീന. ഇവിടെ ലൊമ്മതിന് ശേഷം മീമ് വരുമ്പോ മീമിന് ശബ്ദം കൊടുക്കണം. ഇതാമ്പി മുന്നാണ് നിയമം. റസൂലും മീന മീന റസൂലും മീന. ബാക്കി മിനല്ലാഹി റസൂലും മിനല്ലാഹി. എന്താ വയ്ക്കുക? യത്ലു. ലൊമ്മിന് ശേഷം വാവ് വന്നപ്പോ ഇവിടെ ഒരു അലിഫ് ഇടണം കേട്ടാ. യത്ലു. അടുത്തത് സുഹഫൻ. യത്ലു സുഹഫൻ. യത്ലു സുഹഫൻ. മീമ് താ ഹാ മുതഹറ. മുതഹറത്തൻ എന്നുള്ളത് ആയത്ത് അവസാനിക്കാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഓതും? റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹറ. ഫത്ത് തൻവീന് ശേഷം മീമ് വന്നപ്പോ ശബ്ദം കൊടുക്കണം. ഏതുപോലെ? ലൊമ്മ് തൻവീന് ശേഷം മീമ് വന്നപ്പോ നമ്മൾ ശബ്ദം കൊടുത്തതുപോലെ കേട്ടാ. യത്ലു സുഹുഫൻ മുതഹറ. അടുത്തത് ഫീഹാ കുതുബുൻ. ഫീഹാ കുതുബുൻ. ഫീഹാ കുതുബുൻ. ഫീഹാ കുതുബുൻ ഖയ്യിമ. ഖയ്യിമത്തുൻ എന്നാണ് ആയത്ത് അവസാനിച്ചു കൂടെ കേട്ടാ. ഫീഹാ കുതുബുൻ ഖയ്യിമ. ഫീഹാ കുതുബുൻ. കുതുബ്. ഫീഹാ കുതുബുൻ ഖയ്യിമ. ഇനി ഒരായത്തും കൂടിയാണ് ഇന്നത്തെ പാഠത്തിലുള്ളൂ കേട്ടാ. ഞാൻ പറഞ്ഞു ചെയ്താ. വമാ തഫറഖല്ലദീന. എങ്ങനെ ഇതാ? വമാ തഫറഖ. വമാ തഫറ.
تفرق وما تفرق الذين وما تفرق الذين അപ്പൊ എങ്ങനെ വായിക്കത്? ഓതുക വമാ തഫറഖല്ലദീന. അടുത്തത് ഊതു. എങ്ങനെ ഇതാ? ഊതു. ഒരു കുഞ്ഞംസ ഇട, നല്ല ഒമ്മിട. ഊ വാവിട. ഊ തായിനെ നീട്ടാൻ വാവിട. അപ്പൊ എന്തായി? ഊതു. ലോമിനേഷൻ വാവുക അവിടെ ഒരു അലിഫ് ഇട. അപ്പൊ വമാ തഫറഖല്ലദീന ഊതു ഊതുൽ കിതാബ. ഇനി ഊതുൽ കിതാബ. ഇൽ കാഫ് ഇത്ര നീളണ്ട കാലില്ല, ഇത്ര മതി. താ കുറച്ച് നീള, ബാ കുറച്ച് മതി. അപ്പൊ എന്തായി? ഊതുൽ കി താ കുഞ്ഞലിഫിട്ട് നീട്ട. കിതാബ. ഊത്തൂന്ന് നീട്ടാനുള്ളതിന് ശേഷം സുക്കൂൻ വന്നു. സുക്കൂൻ വന്നാലും നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനും ഷദ്ദും വന്നാൽ നീട്ടാൻ പാടില്ല. അപ്പൊ എന്തായി? ഊതുൽ കിതാബ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ. അടുത്തത് ഇല്ലാ മിൻ ബഅദി. ഇല്ല ഇല്ല മിൻ ബഅദി. അതിന് എഴുതിയ ശരിയായില്ല കേട്ടാ. ഇല്ലാ മിൻ ബഅദി. എന്താ വയ്യ? ഇല്ലാ മിൻ ബഅദി. സാക്കിനാൻ ശേഷം ബാവു എന്നാണ് ഇഖ്തിലാബാണ് നിയമം. അപ്പൊ ഇവിടെ ഈ നൂനിനെ മീമാക്കി ഉച്ചരിക്കണം. അവിടെ ഒരു ചെറിയ സുക്കൂനുള്ള മീം കാണാം. അപ്പൊ എങ്ങനെ? മിംബ മിംബഅദി. ഇല്ലാ മിൻ ബഅദി ഇല്ലാ മിൻ ബഅദി വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിന. മാ മാ ജാഅത്ഹുമു. എന്താ വയ്ക്ക? മാ ജാഅത്ഹുമു ഹുമുൽ ബയ്യിനതു. ബയ്യിന ബയ്യിനതു എന്നാണ് ഉണ്ടാവുള്ളത്. അപ്പൊ എന്തായി? വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന. മദ്ദക്ഷരത്തിന് ഹംസ വന്നു. അതേ പദത്തിലാണ് വന്നത്. മദ്ദു മുത്തസിലാണ്, കൂടുതൽ നീട്ടണം. അപ്പോ ഇതാ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന. ഓക്കേ. സദഖല്ലാഹു മൗലാനൽ അലീം. ഞാൻ ഒന്നുകൂടി ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة. صادم حين سكنان دا. صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. صدق الله مولانا العليم.
ഇൻഷാ അല്ലാ എല്ലാവരും ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ട് പലവട്ടം ഇത് ഓതി വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. കാണാതെ ആരും പഠിക്കരുത്. ഓക്കെ, എഴുതാനും വായിക്കാനും ശരിക്കും പഠിക്കുക. ഞാനിവിടെ എഴുതുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് എഴുതും. പിന്നെ നിങ്ങൾ എല്ലാവരും വായിച്ച് ലെവലായതിനു ശേഷം അടുത്ത വാക്ക് എഴുതാൻ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ക്ലാസ് ഇപ്പോഴുള്ള സമയത്തിനെക്കാട്ടി കുറച്ചുകൂടി നീണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി പോകും. അപ്പോൾ ഞാൻ എഴുതിയത് നിങ്ങൾ വായിക്കുന്നതിന് മുന്നേ ഞാൻ എഴുതി കഴിഞ്ഞാൽ അങ്ങനെ മറിഞ്ഞു നിന്നാൽ ഈ ഉസ്താദ് എങ്ങനെ നമുക്ക് വായിക്കാനൊന്നും കിട്ടുന്നില്ല, ഉസ്താദ് അങ്ങനെ മറിഞ്ഞിക്കാണല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട. വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി. വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ബാക്കിൽ കടിക്കുക, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ എന്ത് എഴുതിയെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം പ്ലേ ചെയ്താൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ നന്നായി ഓതി എഴുതി വായിച്ച് പഠിക്കുക. നമുക്ക് ഉസ്താദ് അഹമ്മദ് നസീം ബാക്കവിയുടെ ഖിറാഅത്ത് കേൾക്കല്ലേ? എന്നെല്ലാവരും കേട്ടോളൂ കേട്ടോ. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. صدق الله العظيم. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 സ്വലാത്ത് ഇല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് ദുആ എടുക്കാൻ പോവാണ്. നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിൽ തുടക്കത്തിലും ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പ് ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ടല്ലോ. ഓരോ ഖുർആൻ ക്ലാസ്സിലും 2 വട്ടം അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഖിറാഅത്ത് നമ്മൾ ഇടാറുണ്ട്. ആ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ വാപ്പ തൊട്ടടുത്ത ദിവസം മരണപ്പെട്ടു. ഇന്ന് ബുധനാഴ്ച, ഈ ക്ലാസ് എടുക്കുന്ന ദിവസം ബുധനാഴ്ച, നാളെ വ്യാഴാഴ്ച 7ന്റെ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പരമാവധി ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പാരായണമൊക്കെ ചെയ്ത് ഓതി ബഹുമാനപ്പെട്ട നാസിം ബാക്കി ഉസ്താദിന്റെ പിതാവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ആ ഓതുന്നതിന്റെ മിഥില സവാബ്, ഞങ്ങൾ ഈ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ മിഥില സവാബ് ഞങ്ങൾ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ ഉപ്പയുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങൾ മരിച്ചു എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് അവർക്ക് മഗ്ഫിറത്ത് നൽകണേ, ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് നിങ്ങൾ ഓതുന്നതൊന്ന് ഉസ്താദിന്റെ ഉപ്പാക്ക് വേണ്ടി ഹദിയ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 100 ദിക്ർ, ഒരു 100 സ്വലാത്ത്, ഒരു 100 ഇസ്തിഗ്ഫാർ, ഒരു 11 ഫാത്തിഹ, ഒരു 11 സൂറത്തുൽ ഇഖ്ലാസ് ഓതി ഉപ്പാക്ക് വേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ ഹദിയ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ആ ഉസ്താദിന്റെ ഖിറാഅത്ത് കേട്ടിട്ടാണ് പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഖിറാഅത്തിലും ഖുർആനിക ദഅവത്തിന്റെ മേഖലയിലേക്ക് അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരും നമ്മളിൽ മരിച്ചവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ദുആർക്കല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ചെലവഴിച്ച സമയമൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു ഇതിനൊക്കെ മിഥില സവാബിനെ ഞങ്ങളിൽ മരിച്ചുപോയവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ, നാസിം അഹമ്മദ് നസീം ബാക്കി ഉസ്താദിന്റെ പിതാവ് മരണപ്പെട്ടു, അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഖബറിടത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിൽ ഓതിയതിനൊക്കെ മിഥില സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ
അതുപോലെ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എൻ്റെ സഹോദരൻ, എൻ്റെ അമ്മോശൻ, എൻ്റെ ഉസ്താദുമാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. റബ്ബേ, എന്നെ സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, സദുപദേശം നൽകിയവർ, എൻ്റെ അഭ്യുദയകാംക്ഷികൾ പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ, അതുപോലെ ഈ ദുആക്ക് ആമീൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, ഈ ചാനലിലൂടെ ഈ വീഡിയോ കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായി ബന്ധപ്പെട്ടവരും പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഖുർആൻ കൊണ്ട് ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹുവിൽ ലോക വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കി നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, മശക്കത്തുകളിൽ നിന്നൊക്കെ കരകയറ്റി ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ റാഹത്തായ ജോലി നൽകണേ അല്ലാ. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ജീവിതോപാധികളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ മഹൽ ഫദ്ൽ കൊണ്ട് ഈ ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, അല്ലാഹുവേ, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാതെ പെട്ടെന്ന് മറന്നു പോകുന്ന മക്കളൊക്കെ ഉണ്ട്, രക്ഷിതാക്കളുണ്ട്. എല്ലാവർക്കും ഓർമ്മശക്തി, ബുദ്ധിശക്തി, ആത്മാക്കിന് അതവ് നൽകണേ അല്ലാ. റബ്ബേ, പുണ്യമായ ദുൽഹിജ്ജ മാസത്തിന്റെ ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ രാവുകളിലൂടെയും പകലുകളിലൂടെയുമാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങളിൽ പലവരും നോമ്പെടുക്കുന്നവരാണ് റബ്ബേ, ദിക്ർ ദുആ ചെയ്യുന്നവരാണ്, ഇസ്തിഗ്ഫാർ സ്വലാത്ത് ഒക്കെ ചെയ്യുന്നവരൊക്കെ നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ആദരിച്ചവരുടെ, ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അതിനാദരിക്കുന്നവർക്ക്, ബഹുമാനിക്കുന്നവർ നീ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നൽകുന്നത്, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. നീ ഞങ്ങളെ വിജയികൾ ഉൾപ്പെടുത്തണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലവരും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് റബ്ബേ. യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും വിഷമമൊന്നും കൂടാതെ മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാൻ അവർക്കും നാളെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ യാ ഗാഫിറുൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുണ്യമായ ദിവസങ്ങളിൽ ദുആകളിലൊക്കെ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഖുർആൻ ക്ലാസ്സൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കുകളൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ്റെ പഠിതാക്കൾ, ഖുർആൻ്റെ മേഖലയിൽ, ദഅവത്തിൻ്റെ മേഖലയിൽ നിങ്ങളും പങ്കാളികളാവുക. മറ്റുള്ളവരിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. അറബി പഠിക്കാം, ഖുർആൻ ഓതി പഠിക്കാം, ഖത്തം ഓതാം, തജ്വീദ് പഠിക്കാം, ഇങ്ങനെ തുടങ്ങി അറബി മലയാളം പഠിക്കാം. ഖുർആനുമായി ബന്ധപ്പെട്ട മേഖലയിലേക്കുള്ള നല്ലൊരു ചാനലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.